അള്ളാന്റെ ഹബീബ് സഹിച്ചത് എത്രയാ കുത്തുവാക്ക് കേട്ടത്. ഏറ്റവും മോശപ്പെട്ട വർത്തമാനം മജ്നൂൻ. അള്ളാന്റെ ഹബീബിനെ അവര് വിളിക്കാൻ കണ്ട പേര് ഭ്രാന്തനെന്നല്ലേ, കളിയാക്കിയില്ലേ, ആട്ടി ഓടിച്ചില്ലേ. മലഞ്ചെരുവിലെ തിന്നാനില്ലാതെ 3 വർഷത്തോളം കഴിയേണ്ടി വന്നില്ലേ. സ്വന്തം നാടും വീടും കുടുംബവും സമ്പത്തും ഇട്ടേച്ച് പലായനം ചെയ്യേണ്ടി വന്നില്ലേ. നിങ്ങൾക്ക് എന്തു പ്രയാസം വന്നാലും നിങ്ങൾ എന്നെ ആലോചിച്ചോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രയാസത്തിനേക്കാൾ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല. നിങ്ങളെ മക്കൾ മരിക്കുമ്പോ മനസ്സ് പിടക്കുന്നുണ്ടല്ലേ. മക്കളെ മയ്യത്തെടുത്തപ്പോ വാപ്പാന്റെ കൈ വറച്ചു അല്ലേ. എന്റെ മക്കള് മരിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കൈ കൊണ്ട് തന്നെ എത്ര മക്കളെ മയ്യത്താ ഖബറിൽ വെച്ചത്. വാപ്പ പെട്ടെന്ന് മരിച്ചപ്പോ യതീമായപ്പോ ബേജാറ് വന്നോ. ഞാനും യതീമാ. ഉമ്മാന്റെ തണല് പെട്ടെന്ന് മാഞ്ഞപ്പോ വല്ലാതെ സങ്കടപ്പെട്ടു. എന്റെ ഉമ്മ 6-ാം വയസ്സിൽ പിരിഞ്ഞതാ. സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. ബേജാറുണ്ടോ? ഞാനും പോയവനാ. ഇങ്ങനെ ഏതേതു നിങ്ങളുടെ പ്രശ്നങ്ങൾ വായിച്ചാലും അത് എന്നിലേക്ക് ചേർത്തിയാൽ ഞാനതും കടന്നു പോയവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.